അല്ല, ഇതെന്താ ഇപ്പോൾ ഇങ്ങനെ സംഭവിച്ചത്? ഈ ഗവർണറുമായിട്ടുള്ള ഏറ്റുമുട്ടലൊക്കെ അങ്ങ് അവസാനിപ്പിച്ച് ഗവർണറും മുഖ്യമന്ത്രിയും തമ്മിൽ ബായി ആയിരിക്കുന്നു. ഇതെങ്ങനെ സംഭവിച്ചു? എന്തുകൊണ്ട് സംഭവിച്ചു? ചിലപ്പോൾ ആൾക്കാർക്ക് തോന്നിയേക്കാം ഇങ്ങനെയൊക്കെ സംഭവിക്കുമോ. പക്ഷേ ഇതല്ല, ഇതിനപ്പുറവും സംഭവിക്കും. ഗവർണറുമായിട്ടുള്ള ഏറ്റുമുട്ടലൊക്കെ നയപരമായിട്ട് അവസാനിപ്പിച്ചുകൊണ്ട് സർക്കാർ എത്തുന്നു. ഗവർണറും മുഖ്യമന്ത്രിയും ഇനി മുതൽ ഭായി ആയാലോ എന്നതിനെക്കുറിച്ച് ആലോചിക്കുന്നു. കാരണം ഈ തർക്കങ്ങൾ എപ്പോഴും നിലനിൽക്കുന്നുണ്ട്. കാരണം കേന്ദ്രം അയക്കുന്ന ആൾ, ആ ആളിന് ഉള്ള BJP ബന്ധം, RSS ബന്ധം, ഇതൊക്കെ പലപ്പോഴും ചർച്ചയായിട്ടുണ്ട്. ആരിഫ് മുഹമ്മദ് ഖാൻ ഗവർണറായിരുന്ന കാലത്ത് എന്തൊക്കെ കണ്ടതാണ് കേരള നിയമസഭ അടക്കം. പിണറായി വിജയനും ആരിഫ് മുഹമ്മദ് ഖാനും തമ്മിലുള്ള പലതരത്തിലുള്ള പ്രതിഷേധ പ്രകടനങ്ങൾ നമ്മൾ കണ്ടതാണ്. അപ്പോൾ അതുപോലെ തന്നെ അതിനുശേഷം വന്ന അർലേക്കറുമായിട്ടും ആ തരത്തിലുള്ള സമീപനം സ്വീകരിച്ചു. അത് ഭാരതാംബ വിവാദവുമായിട്ടായിരുന്നു. ആ ഭാരതാംബ വിവാദവും കത്തി നിൽക്കുന്ന ഇടയിലും അതിനോട് യോജിപ്പ് പ്രകടിപ്പിക്കാൻ കഴിയാതായിപ്പോ എന്നൊരു സാഹചര്യം അവർക്കുണ്ടായിരുന്നു. എന്തായാലും ഗവർണറുമായിട്ട് എല്ലാ പോരാട്ടങ്ങളും അവസാനിപ്പിച്ച് മുഖ്യമന്ത്രി പിണറായി വിജയൻ മുന്നോട്ട് പോകുന്നു. രാജ്ഭവന്റെ പ്രവർത്തനങ്ങൾക്കായിട്ട് ഗവർണർക്ക് ട്രഷറി നിയന്ത്രണത്തിൽ ഇളവ് വരുത്തിയിരിക്കുന്നു. അതിനോടൊപ്പം അധിക തുക അനുവദിക്കുകയും ചെയ്തിരിക്കുന്നു. അപ്പോൾ ഇങ്ങനെ കാലിക്കറ്റ് വൈസ് ചാൻസലർ നിയമനത്തിൽ സർവകലാശാല പ്രതിനിധിയെ നൽകിയും സൗഹൃദം ഊട്ടിയുറപ്പിക്കുകയാണ് പിണറായി വിജയൻ ചെയ്തിരിക്കുന്നത് എന്നുള്ളത്. എന്തിനാണാവോ? ഗവർണർ രാജേന്ദ്ര ആർലേക്കർ കൈക്കൊണ്ട BJP അനുകൂല നിലപാടുകൾക്കെതിരെ CPIയും ഇടത് യുവജന സംഘടനകളും പരസ്യമായി രംഗത്തെത്തിയിരുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. ഭാരതാംബ വിഷയം പോലുള്ള രാഷ്ട്രീയ നിലപാടുകൾ രാജ്ഭവനുമായിട്ട് ഇടതു സർക്കാർ നിരന്തരം നടത്തി വന്നിരുന്ന പോരാട്ടമാണ് ഇതാ ഇപ്പോൾ ഒരു നിമിഷം